Hi guys, welcome back to my YouTube channel. Once again, this is Roshni. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ UK. യുകെയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും UK എന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് 4 കൺട്രീസ് ചേർന്നാണ്. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട്. അപ്പം ഇന്ന് വെയിൽസിലെ ഒരു മനോഹരമായ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര മനോഹരമാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ചെമ്മരിയാട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. പക്ഷേ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് മോശമാണ്. ഇന്നലെ നല്ല വെയിലായിരുന്നു, ഇന്ന് പക്ഷേ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആവും എന്ന് നമുക്കറിയില്ല ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. പക്ഷേ വെയിൽസ് എന്ന് പറയുന്നത് നേച്ചറുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് യുകെയിലെ തന്നെ. കുറേ മലനിരകളും കുറേ കാടും ഷീപ്പ്, ഹോഴ്സ്, അങ്ങനെ പ്രകൃതിയായിട്ട് കുറേ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് വെയിൽസിലെ ആൾക്കാർ. മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും വെയിൽസിൻ്റെ ഒരു ഭാഷയുണ്ട്, വെൽവിഷ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ലോക്കൽസ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെല്ലുന്ന ബീച്ച് ഒരു വില്ലേജ് ഏരിയയിലാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്ക് എത്തിയത്. ഭയങ്കര നല്ലൊരു കാലാവസ്ഥയൊന്നുമല്ല, കാലാവസ്ഥ കുറച്ച് മോശമാണ്, ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. പക്ഷെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മുടെ ചെല്ലുമ്പോൾ കാണുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് വി വെൻ ത്രൂ എ മൂവി ലൊക്കേഷൻ. ലൈക്ക് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലൊക്കെ കാണുന്ന പ്ലേസസ് ഇല്ലേ, അതുപോലെ ഈ ക്രൗൺ വോക്കിങ്സ് അങ്ങനെയൊക്കെ നമ്മൾ കാണില്ലേ, ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് അല്ലെങ്കിൽ ആ ടൈപ്പ് സീരീസൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രദേശം എത്തിയ പോലെയാണ് ചെന്നത്. നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. നാഷണൽ ട്രസ്റ്റാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ വളരെ മനോഹരമായ ദൃശ്യമാണ് കണ്ടത്. കുറേ കുതിരകൾ. ഞാൻ നേരത്തെ കുതിരകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായിട്ടൊരു പ്ലേസിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഭയങ്കര വണ്ടറായി പോയി. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഫെൽറ്റ് സോ ഹാപ്പി വെൻ ഐ വെൻ ദെയർ. കുറേ ടൂറിസ്റ്റൊന്നും ഇല്ല, ആൾക്കാരിങ്ങനെ വന്നും പോയിരിക്കും. കുറച്ച് ഹൈക്കുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ ആ നടക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ വ്യൂസ് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം മുകളിലേക്കാണ് പോയത്, താഴെ ബീച്ചിൻ്റെ താഴെ സൈഡിലല്ല പോയത്. ഞങ്ങൾ മുകളിലേക്കാണ് വന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഇവിടുത്തെ സൺസെറ്റ് കാണാം. ഞങ്ങളും ആ പ്ലാനിലാണ് സൺസെറ്റ് ഇവിടുന്ന് കാണാമെന്ന പ്ലാനിലാണ് വന്നത്. പക്ഷേ കാലാവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു, കാലാവസ്ഥ ഇത്തിരി മോശമാണ്. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല, ഓൾറെഡി സൂര്യനെ കാണുന്നില്ല, കുറച്ച് മഴയൊക്കെ ചാറുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വോക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ വ്യൂസൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. നല്ല ഫ്രഷ് എയറാണ്, നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. അതുപോലെ തന്നെ മഴയും ചാറുന്നുണ്ടല്ലോ അവിടെ ചെറുതായിട്ട്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അതുപോലെ നമ്മൾ ഈ പ്ലേസിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ നല്ല ഷൂ ധരിച്ചിട്ടാണ്, കാരണം നമ്മൾ കുറച്ച് നേരം നടക്കാനുണ്ട്. അതുപോലെ കല്ലും അങ്ങനെ ഒരു തെന്നും ടൈപ്പ് പുല്ലല്ലേ, അപ്പോൾ നമ്മൾ നല്ല ഷൂസൊക്കെ ധരിച്ചിട്ടാണ് പോകാൻ വേണ്ടി. നിങ്ങൾക്ക് ഇനി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഒരു ദിവസം വെയിൽസിൽ കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. കാരണം യുകെയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ്, നോട്ട് ഓൺലി ഇൻ UK, യൂറോപ്പിൽ തന്നെ ഏറ്റവും നല്ലൊരു ബീച്ചെന്ന് ഇത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ചെന്ന സ്വാൻസിയിലുള്ള ഈ പ്ലേസാണ്. കുറേ കുതിരകളുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടായി കുതിരകളെ ഇത്ര അടുത്ത് കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫോൺ നോക്കിയാൽ അറിയാം, നിറച്ച് ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ആണ്. ഞാൻ കുറേ നേരം നിങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പം കാണുന്ന ആ കുതിരയില്ലേ, അതിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തു. പക്ഷേ എനിക്കിപ്പോൾ എല്ലാം ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ.
എത്ര പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്താലും എത്ര ഫോട്ടോ എടുത്താലും അത് ആ ഇമേജ് തന്നെയല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മനോഹരമായ എന്താ പ്ലേസാണ്, ഭയങ്കര മനോഹരമായ പ്ലേസാണ്. നല്ല നല്ല കാറ്റ്. പക്ഷേ ഈ കാലാവസ്ഥ ചിലപ്പം തലേന്ന് നല്ല ചൂടായിരുന്നു. ചിലപ്പോൾ തലേന്ന് ചെന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് കാലാവസ്ഥ അത്ര നല്ലതല്ല. പക്ഷേ ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും ഈ പ്ലേസിൽ പോയപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം ഒരുമാതിരി ചെറിയ വഴിയാണ്. ശരിക്കും ഇത് ഇരിക്കുന്നൊരു വില്ലേജ് ഏരിയയിലാണ്. ഞാൻ UK വന്നിട്ട് കുറേ പ്ലേസ് പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു വില്ലേജ് ഏരിയ കൂടെ കറങ്ങിയത് ഇവിടെ ഈ വെയിൽസിലാദ്യമായിട്ടാണ്. അതായത് കോഴി, നമ്മുടെ നാട്ടിൽ കിടന്ന നാടൻ കോഴിയിലൊക്കെ അതിനെയൊക്കെ വളർത്തുക. വീടിൻ്റെ അവിടെ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ വഴി കൂടെ ജസ്റ്റ് ഇങ്ങനെ വന്ന് പോകും നമുക്ക് കാണാം. അത് കാട്ടുകോഴി അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. വീട്ടിലെ ആൾക്കാർ വളർത്തുന്ന വീട്ടിലെ ആൾക്കാർ അവിടെ വഴിയിൽ തന്നെ നിൽപ്പുണ്ട്, അവർ ചെറിയ പട്ടിക്കായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ശരിക്കും ഇതിലെ വണ്ടി ഒഴിച്ച് വന്നപ്പം വിചാരിച്ചത് ഞാൻ വാഗമണ്ണ് വഴിയൊക്കെ പോവാമെന്ന്. അതുപോലെയാണ് എനിക്ക് തോന്നി. അങ്ങനെയല്ല, വാഗമണ്ണോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ക്ലൈമറ്റും ആ ഒരു ചെറിയ വഴികളും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത്. കുറേ കുതിരകളുണ്ട് ഇവിടെ, കുറേ കുതിരകൾ. ആരും അതിനെ നോക്കുന്നില്ല, ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ വരുന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അതുങ്ങളുടെ ആയ ലോകത്ത് നമ്മൾ അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ മാക്സിമം വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നു. കുറേ എണ്ണം കിടക്കുന്നു. പക്ഷേ ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമാണ് ഇതുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്ര അടുത്ത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹോഴ്സ് റൈഡിങ് പഠിക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയിരുന്നു എത്ര പ്രൈസ് ആവും എന്നൊക്കെ. പക്ഷേ എനിക്കങ്ങനെ ഒരു ടൈമോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയില്ല. പക്ഷേ മേ ബി ഇൻ ഫ്യൂച്ചർ ഞാൻ ചെയ്യുമായിരിക്കും. പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നടക്കാൻ വേണ്ടി അവർ കുറച്ച് മിറ്റിലൊക്കെ പാകി സ്പേസ് വഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേരൊക്കെ ഇപ്പം അതിലേക്കൂടെ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താണ് നടക്കുന്നത്. ഓരോ സൈഡിൽ കൂടെ ചെല്ലുമ്പോഴും നമുക്കിങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാവുന്ന ചെറിയ ഊടുവഴി കാണും. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ നടന്നുണ്ടാക്കുന്ന ചെറിയ വഴികളില്ലേ, അങ്ങനത്തെ വഴികളാണ്. പക്ഷെ ഞാനൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിലേ നടക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവർ പലയിടത്താണ്. കുറേ പേര് താഴെ ഇറങ്ങി ചെന്നു, കുറേ പേര് പുറകെ വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ നമ്മൾ കാണുന്ന ടൂറിസ്റ്റെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പം അവരെനിക്ക് പോസൊക്കെ ചെയ്തു തന്നു. പട്ടീനെ ഇപ്പം ഡോഗ്സ് അലൗഡാണ്, ഈ ബീച്ചിൽ ഡോഗ്സ് അലൗഡാണ് 24 hours. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ അറിയാമല്ലോ, എല്ലാവർക്കും തന്നെ ഡോഗ്സ് പെറ്റ്സ് കാണും. അപ്പോൾ അതുമായിട്ടാണ് വരുന്നത്. എൻ്റെ കൂടെ വന്നവരെല്ലാം പലയിടത്ത് ഇറങ്ങിയത് നോക്കി, അവർ താഴോട്ടൊക്കെ ഇറങ്ങിയിരിക്കുക. ഇത് അത്ര സേഫൊന്നും അല്ല, കാരണം പ്രത്യേകിച്ചൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ തന്നെ റിസ്കി വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി. ഒന്ന് കാല് തെറ്റി ചിലപ്പം താഴേക്ക് വീഴും. സൂക്ഷിച്ചാണ് ഇറങ്ങാൻ. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല പിടിച്ചിറങ്ങാനോ അല്ലെ കല്ല് പാകിയിട്ടൊന്നുമില്ല. ഇത് എപ്പോഴൊക്കെയോ ആയിട്ട് ഇടിഞ്ഞു പോയതാണ് മണ്ണ്. അപ്പം അതിലേക്കൂടെയൊക്കെ വലിഞ്ഞു വാരി താഴോട്ട് ചെന്നിരിക്കുക അവർ. പിന്നെ എന്ത് കുതിരകൾ. ആക്ച്വലി ഇത് ഭയങ്കര രസമാട്ടോ. ഞാനിപ്പം എൻ്റെ വീഡിയോയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, എത്രമാത്രം നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം നേരിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു. ഒരു സൈഡിൽ കുതിരകൾ, കുറേ സൈഡിൽ ചെമ്മരിയാട്. അതുപോലെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പുറത്തെ സൈഡിൽ കടൽ. ഭയങ്കര നമ്മൾ നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്ര മനോഹരമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം അതുങ്ങളെ കണ്ടും അതുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുക ചിലവഴിച്ചു. പക്ഷെ സമയം പോയിക്കൊണ്ടിരിക്കുക, നമ്മളത് അറിഞ്ഞില്ല. നമ്മൾ പിന്നെ താഴെ ബീച്ച് സൈഡിലേക്ക് പോകാൻ നോക്കി. ആക്ച്വലി ഞങ്ങൾ വന്ന സമയത്ത് ടൈഡ്സ് ഭയങ്കര കുറവായിരുന്നു, നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ലേറ്റായി, ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇറങ്ങാൻ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ടൈഡ്സ് എല്ലാം ഒത്തിരി കയറി, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലാതെ തന്നെ അറിയാലോ, UK ബീച്ചിൽ എന്ന് പറയുമ്പം വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്.
ഭയങ്കര നമുക്ക് അങ്ങനെ ഇറങ്ങി നമ്മുടെ നാട്ടിലെ പോലെ ഒന്ന് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇറങ്ങും, ഇവിടെ കുറേ ആൾക്കാർ വരുന്നു ഇറങ്ങുന്നു, നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുന്നില്ല. പക്ഷെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് തണുപ്പ് അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയില്ല, പക്ഷേ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടു. അപ്പം അവരെല്ലാം അതിൻ്റെ അകത്തൂടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, അവർ ജസ്റ്റ് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയേക്കും. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് മതി, ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ, എല്ലാവരും കൂടി പോവുക. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇത് കാണാം. ഇപ്പം അവിടെ അങ്ങേ സൈഡിൽ നമുക്കൊരു മല കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് പോവാം. പക്ഷെ ലോ ടൈഡ്സ് ഉള്ള സമയങ്ങളിൽ. പക്ഷെ ഇന്നത് ക്ലോസ്ഡാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊരു 7:30, 8 ഒക്കെ ആയപ്പോൾ 7:30 കഴിഞ്ഞ് 8 ഓൾമോസ്റ്റ്